നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് ഏറ്റുമുട്ടുന്നത് രണ്ട് വ്യത്യസ്ത അനുഭവ തലങ്ങളിലൂടെ കടന്നുപോയ ടീമുകളാണ്. അവരുടെ ഈ IPLലെ അനുഭവങ്ങൾക്ക് അജഗജാന്തരമുണ്ട്. ആർക്കാണ് ഇന്നത്തെ കളിയിൽ മുൻതൂക്കം? ആരാണ് മുന്നോട്ട് പോവുക? ഇന്നലത്തെ പോലെയല്ല, ഇന്നലെ ക്വാളിഫയറാണ്, തോറ്റാലും പ്രശ്നമില്ല. പക്ഷെ ഇന്ന് എലിമിനേറ്ററാ, തോറ്റ പുറത്തേക്ക് പോകണം. RCBയോ രാജസ്ഥാൻ റോയൽസോ? ആരായിരിക്കും ക്വാളിഫയർ 2 യോഗ്യത നേടുക? SRHനെതിരെ മത്സരിക്കാൻ ഇറങ്ങുക? കാത്തിരിക്കേണ്ടതാണ്. ഇന്നത്തെ രാത്രിയിൽ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. രണ്ട് വ്യത്യസ്ത പാതയിലൂടെ സഞ്ചരിച്ചവർ, തുടരൻ വിജയങ്ങൾ കൊണ്ട് ഇത്തവണ എല്ലാം പൊളിച്ചെടുക്കുമെന്ന് തോന്നിച്ച് കുതിച്ചെത്തിയ രാജസ്ഥാൻ റോയൽസിന് പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുന്നു. അത് മെയ് മാസത്തിലേക്ക് വന്നാൽ ഒറ്റക്കളി പോലും ജയിച്ചിട്ടില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് വരെയായി. ഇനിയിപ്പോൾ എലിമിനേറ്റർ. ക്വാളിഫയർ കളിക്കേണ്ട ടീമായിരുന്നു. അവസാനത്തെ കളിയിൽ മഴ പെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഒഴിവ് കിഴിവായിട്ട് എടുക്കേണ്ടതില്ല. അതിനു മുമ്പേ അവസരങ്ങൾ ഉണ്ടായിരുന്നു. SRHുമായിട്ട് നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് എലിമിനേറ്റർ കളിക്കേണ്ട സ്ഥിതിവിശേഷം വന്നതെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് എല്ലാവരും എഴുതി തള്ളിയിടത്ത് നിന്ന് മാസ്മരികമായൊരു തിരിച്ചുവരവ് നടത്തി. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 കളികളും ഒരു പക്ഷേ എലിമിനേറ്റർ പോലെ കണ്ടിട്ടാണ് അവർ കടന്നു വന്നതെന്ന് നോക്കുക. കഴിഞ്ഞ 6 കളികൾ എലിമിനേറ്റർ പോലെ കണ്ടുവന്നു. അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ കളിയിലേക്ക് വരുമ്പോൾ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതാണ് RCB. അതാണ് അവരെ വ്യത്യസ്തരാക്കുന്നതും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. 14 പോയിന്റ് ആണ് RCBക്ക് ലഭിച്ചത്. നേരത്തെ SRHനോട് നെറ്റ് റൺ റേറ്റിനാണ് പുറകിൽ പോയി എലിമിനേറ്ററിലേക്ക് വീണു പോയത് RRഎങ്കിൽ ഇവിടെ 14 പോയിന്റുള്ള മറ്റു ടീമുകൾക്കൊക്കെ മുകളിൽ നെറ്റ് റൺ റേറ്റിന്റെ വ്യത്യാസത്തിൽ മുന്നോട്ട് കടന്നു കൂടിയതാണ് RCB. അതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനിയുമുണ്ട് ഒരുപാട് വ്യത്യാസങ്ങൾ, രണ്ടറ്റത്ത് നിൽക്കുന്ന വ്യത്യാസങ്ങൾ. KKRനോട് ഒറ്റ റണ്ണിന് തോറ്റു RCB. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് വിജയ പരമ്പരയായിരുന്നു. അങ്ങനെയാ അവർ പ്ലേ ഓഫിലേക്ക് വന്നത്. SRHനോട് ഒറ്റ റണ്ണിന് തോറ്റു രാജസ്ഥാൻ റോയൽസ്. അത് തോൽവിയുടെ ഒരു മാലപ്പടക്കത്തിന് തിരികൊളുത്തലായിരുന്നു. പിന്നെ അങ്ങോട്ട് തോൽവികളാണ്, തുടരൻ തോൽവികൾ. 4 തോൽവികൾ തുടരെ അവർ അനുഭവിച്ചു. വ്യത്യസ്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇനി സീസണിന്റെ തുടക്കത്തിലെ കാര്യവും അതിനുശേഷമുള്ള കാര്യവും നോക്കുക. RCBയും രാജസ്ഥാൻ റോയൽസും നേരത്തെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് വിജയിച്ചത് പക്ഷേ രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയതാവട്ടെ ജോസ് ബട്ട്ലർ ആയിരുന്നു. ആ ബട്ട്ലർ മടങ്ങിപ്പോയി കഴിഞ്ഞു. അന്ന് സെഞ്ചുറി അടിച്ച ഒരാളുണ്ട്, കിങ് കോഹ്ലി, RCBയുടെ ഭാഗത്ത്. രാജസ്ഥാൻ റോയൽസിനായിട്ട് ബട്ട്ലർ സെഞ്ചുറി അടിച്ചു, ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയി. ആ കളിയിൽ കിങ് കോഹ്ലി സെഞ്ചുറി അടിച്ചത് പാഴായിപ്പോയി. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ വളരെ പതിയെയാണെന്ന് വിമർശനങ്ങൾ വന്നു. അവിടെ നിന്ന് ആ കിങ് കോഹ്ലി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? 700 റൺസും കടന്ന് കുതിക്കുകയാണ്. തൻ്റെ ബാറ്റിങ്ങിന്റെ രീതി തന്നെ അങ്ങ് മാറ്റി സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹം അപ്പ് ചെയ്യുന്ന കാഴ്ച, അവിടെ മറ്റൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നിരവധി മാറ്റങ്ങൾ ഈ 2 ടീമുകൾ തമ്മിൽ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നോക്കുക. മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു പോയിരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിലവാരം ഇപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞു. അവരുടെ ടോപ്പ് 4-ൽ നിൽക്കുന്ന താരങ്ങൾ പലരും പരാജയപ്പെടുന്ന കാഴ്ച. യശസ്വി ജയ്സ്വാളിന്റെ കഴിഞ്ഞ 2-3 മത്സരങ്ങളിലെ ഇന്നിങ്സ് എന്ന് നോക്കിയാൽ മതി. അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 2 ഇന്നിങ്സുകളിൽ സഞ്ജു സാംസണിനും മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം റിയാൻ പരാഗ് മാത്രമാണ് ആ ഒരു മികവ് ഇപ്പോഴും തുടരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. കഴിഞ്ഞില്ല. ഇനിയും കാര്യങ്ങൾ പറയുമ്പോൾ മറുഭാഗത്ത് നേരെ തിരിച്ചാ. ഇപ്പൊ ഫാഫും കോഹ്ലിയും മികച്ച ഫോമില. രജത് പട്ടീദാർ സ്പിന്നർമാരെ അടിച്ചു പറത്തുകയാ. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ കളിക്കാൻ കെൽപ്പുള്ള രൂപത്തിലേക്ക് കാമറൺ ഗ്രീന് മാറുന്ന കാഴ്ച. അതോടൊപ്പം തന്നെ മാക്സ്വെല്ലിലും ഇപ്പൊ അവർക്ക് പ്രതീക്ഷകൾ വന്നു കഴിഞ്ഞു. അപ്പൊ രണ്ടറ്റത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഇതിലൊക്കെ വളരെ വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തിരുന്ന ബൗളേഴ്സാണ് രാജസ്ഥാൻ റോയൽസിന് തുണയായിട്ട് മാറിയതെങ്കിൽ
പിന്നീട് അതേ രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളർമാർക്ക് പല പ്രധാന ഘട്ടങ്ങളിലും കാലിടറുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. നേരെ തിരിച്ചാണ് RCBയുടെ കാര്യത്തിൽ വന്നത്. ബൗളർമാരെ കുറിച്ച് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ യാഷ് ദയാൽ അടക്കമുള്ളവർ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാഴ്ച. എല്ലാം കൊണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നവർ. തുടരൻ വിജയങ്ങളുടെ ആത്മവിശ്വാസമുണ്ട് RCBക്കെങ്കിൽ തുടരൻ പരാജയങ്ങളുടെ ലൂപ്പിൽപ്പെട്ട് അതിൽ നിന്ന് തിരിച്ചു വരേണ്ടതുണ്ട് സഞ്ജു സാംസണിന്റെ സംഘത്തിന്. മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇപ്പോൾ RCBയുടേത്. ഫാഫും കോഹ്ലിയും ചേർന്ന് മികച്ച തുടക്കമിട്ടും മറുഭാഗത്തോ ആര് ഓപ്പൺ ചെയ്യുമെന്ന കാര്യത്തിൽ പോലും കൺഫ്യൂഷനായിപ്പോയി. ബട്ട്ലർ പോയതോടുകൂടി TKCയെ കഴിഞ്ഞ കളിയിൽ ഓപ്പൺ ചെയ്യിച്ചു. അദ്ദേഹം മോശമായ പ്രകടനമാണ് നടത്തിയത്. ശരിക്കും നമ്പർ 3-ലോ നമ്പർ 4-ലോ കൂടുതൽ മിന്നുന്ന TKCയെ ഇന്ന് ഓപ്പണർ ആക്കുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട്. അശ്വിൻ പോലും ഓപ്പൺ ചെയ്തേക്കാമെന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും വരുന്നുണ്ട്. അപ്പൊ അവിടെ ആകെ കൺഫ്യൂഷനാണ്. ഇവിടെ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ട്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ കളിയിൽ മുൻതൂക്കം ആർക്കാണെന്ന് ചോദിച്ചാൽ പോയിന്റ് പട്ടികയിൽ RRനേക്കാൾ താഴെയായിരിക്കാം RCB. അതുപോലെ നേരത്തെ കളിച്ചപ്പോൾ RRനോട് തോറ്റിട്ടുണ്ടാവാം RCB. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ വിജയത്തിന്റെ മൊമെന്റം കയ്യിലുള്ളത് RCBക്കാണ്. അവരാണ് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിൽക്കുന്നത്. അവർക്ക് തന്നെയാണ് ഇന്നത്തെ കളിയിലെ മുൻതൂക്കം. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടോ? കമന്റ് ബോക്സ് രേഖപ്പെടുത്തിയ വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.